ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്ക് ഇന്ന് ഇഫ്താറിനെ പറ്റി നല്ലൊരു ഡ്രിങ്ക് ഉണ്ടാക്കാം കേട്ടോ. തണ്ണിമത്തൻ സ്കൂപ്പ് ചെയ്ത് ഇതുപോലെ നീക്കി വയ്ക്കുക. അതിന് ശേഷം അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. നേരത്തെ കുതിർത്ത് വെച്ച കസ്കസ്, നമ്മൾ സ്കൂപ്പ് ചെയ്ത് വെച്ച തണ്ണിമത്തൻ ഒക്കെ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ചേർക്കാം. അതിലേക്ക് ആവശ്യത്തിന് പാലൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അത് നല്ല പോലെ മിക്സ് ചെയ്യണം കേട്ടോ. നല്ലോണം ഇടയ്ക്കിടയ്ക്ക് നല്ലോണം കുത്തി കൊടുക്കണം. ആവശ്യത്തിന് ഐസ്ക്രീം, പിന്നെ കുറച്ചുകൂടെ നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം കേട്ടോ. മിൽക്ക് മെയ്ഡ് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇതിലേക്ക് എക്സ്ട്രാ ആയിട്ട് ഷുഗർ ചേർക്കേണ്ടതില്ല, നല്ല മധുരം ഉണ്ടാകും. അപ്പോൾ ബാക്കി വന്ന തണ്ണിമത്തനൊക്കെ ഇട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല ഐസ്ക്രീമും മിൽക്ക് മെയ്ഡും പാലും തണ്ണിമത്തനൊക്കെ കൂടി നല്ലോണം മിക്സ് ആവണ വരെ നല്ലോണം ഇളക്കി കൊടുക്കണം. എന്നുവെച്ചാൽ നമ്മുടെ കയ്യിലുള്ള നട്ട്സൊക്കെ അതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇടയ്ക്ക് കഴിക്കുമ്പോൾ കടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം 1 മണിക്കൂർ നമ്മൾ ഫ്രീസറിലോട്ട് വെക്കണം കേട്ടോ. ഇഫ്താറിനൊക്കെ പറ്റി നല്ലൊരു ഡ്രിങ്കാണ്, നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ഡ്രിങ്കാണ്. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ. ഈ റമദാൻ മാസത്തിൽ അവസാനമായിട്ട് നമുക്ക് കുറച്ച് കിസ്മിസും ബദാം വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ. താങ്ക് യു.